ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ചാലഞ്ച് ഡേ നമ്പർ 4 ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു സ്കിൻ കെയർ അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഫേസ് പാക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമായിട്ടുള്ള കാര്യമാണ്, പക്ഷേ നല്ല എഫക്റ്റീവുമാണ്. ഇത് കണ്ടത് ഞാൻ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നതാണ്. വീട് മാറിയപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്ന വീട് പിന്നെയും കൊടുത്തു. അപ്പോൾ ആ വീട്ടിൽ ഉണ്ടായിരുന്ന സാധനമാണിത്, പക്ഷെ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് വന്നു ഗൈസ്. അപ്പം നമുക്ക് നേരെ ഫേസ് പാക്കിലേക്ക് പോകാം. നമുക്ക് ഫസ്റ്റ് വേണ്ട എന്താണെന്ന് വെച്ചാൽ കടലമാവാണ്. എനിക്ക് കടലമാവ് ഒരു പ്രാവശ്യം യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഇതിൻ്റെ യൂസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഇതിനെ അടിച്ചു മാറ്റി. പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ സെക്കൻഡ് ഡേ തൊട്ടിട്ടാണ് ഞാൻ കടലമാവ് ഇട്ട് തുടങ്ങിയെന്ന് തോന്നുന്നു. എനിക്ക് പിന്നെ നല്ലൊരു റിസൾട്ട് ഉണ്ട് കടലമാവ് യൂസ് ചെയ്യുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്ഥിരമായിട്ട് ഇപ്പോൾ കടലമാവ് എടുക്കുന്നത്. പിന്നെ വരുന്നത് അരിപ്പൊടിയും നമുക്ക് അത്യാവശ്യം റിസൾട്ട് ഉണ്ടായിരുന്നു എനിക്ക് അരിപ്പൊടി യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് ചന്ദനപ്പൊടിയാണ്. ആക്ച്വലി ഇത് ഞാൻ മറ്റേ ബോഡി വൈറ്റനിങ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഞാൻ ഇത് പൊടിയാണ്. ഇതും നമ്മുടെ ഈ ചന്ദനവും ഇരട്ടിമധുരമൊക്കെ ഭയങ്കര ഫൈൻ പൊടിയാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്. ഇത് പറക്കും കണ്ട ചന്ദനപ്പൊടി. മണെങ്കിൽ അത്ര ഇഷ്ടമല്ല. അതായത് നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കി തുടങ്ങാം. നമുക്ക് അതിൻ്റെ സ്ഥിരം പാത്രം ഗൈസ്. ഇന്നും നമ്മൾ അളവിനായിട്ട് ഒന്നും എടുക്കുന്നില്ല, കാരണം ഇവിടെ ഒന്നും ഇല്ല എടുക്കാൻ. നമ്മൾ ഫസ്റ്റ് ഇത് ഒന്ന് വാഷ് ചെയ്ത് വെക്കണം കേട്ടോ ഗൈസ് എപ്പോഴും. ഞാൻ ഫസ്റ്റ് ഇടുന്നത് അരിപ്പൊടിയാണ്. നമുക്കിന്ന് വലുതിൽ നിന്ന് തുടങ്ങാം. ഇത്രയും നാളും ചെറുതിൽ നിന്ന് തുടങ്ങിക്കോണേ. അതായത് ഇച്ചിരി വേണ്ട സാധനം ഞാൻ ആദ്യം ഇടുമായിരുന്നു. ഇനി നമുക്ക് വലുതിൽ നിന്ന് തുടങ്ങാം. നമ്മൾ അയച്ചിട്ടുണ്ട്, നമുക്ക് ഇടാം. കൂടിപ്പോയി. അപ്പോൾ ഈ സമയത്ത് അരിപ്പൊടി നിരത്തി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചന്ദനമാണ്. ചന്ദനം പൊടി കറക്കണം. ചന്ദനത്തിൻ്റെ ഇരട്ടി മധുരത്തിൻ്റെ പൊടി പറക്കും. അതായത് ഭയങ്കര ഫൈൻ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് പറക്കും. അതുകൊണ്ടിട്ട് ഞാൻ ഇങ്ങനെ കെട്ടി വെച്ചേക്കുമായിരുന്നു. നമുക്ക് ചന്ദനം ഇടാം കുറച്ച്. ആ ചന്ദനം വീണിട്ടാൻ ഭയങ്കര പാടാണ് ഗൈസ്. നമ്മൾ കുറച്ചെടുത്തിട്ടുണ്ട്. എനിക്കറിയാം ഈ വീഡിയോ കുറച്ച് ലേറ്റായിട്ടായിരിക്കും വരുന്നത്, കാരണം ഞാനിത് ലേറ്റായിട്ടാണ് എടുക്കുന്നത്. വയ്യായിരുന്നു ഗൈസ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എന്തോ ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസിക്ക് ആയിട്ട് ഞാൻ മാറിക്കിടന്ന് ഉറങ്ങി. കുറച്ച് നേരമായിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ കടലമാവ്. ഓക്കെ, നമ്മൾ കടലമാവും എടുത്തിട്ടുണ്ട്. 3 ലെയർ. അപ്പോൾ നമുക്കിതൊന്ന് തൈര് വെച്ചിട്ട് മിക്സ് ചെയ്യാം. ഗൈസ് നമ്മൾ അവിടെ നിന്ന് വീട് മാറിയതിന് ശേഷം മെഷീൻ അവിടെ വെറുതെ ഇരിക്കുകയാണ്. അപ്പം എന്തായാലും താമസിയാണ്, ഞാൻ മെഷീൻ തിരിച്ച് കൊണ്ടുവരും. അപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ കുറച്ച് DIY സ്ക്രഞ്ചീസ്, അതുപോലെ തന്നെ DIY മേക്കപ്പ് പൗച്ച് ഒക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, താമസിയാണ്ട് കൊണ്ടുവരാൻ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, കാരണം എനിക്കിവിടെ അത്യാവശ്യമാണ്. ഓർഡറൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേസ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി തയ്ക്കുന്നു. ഓട്ടോ ആണ് ഓർഡർ വരുമ്പോൾ. അപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ കുഴപ്പമില്ലല്ലോ. നമ്മളിത് ഈ ഒരു ഫേസ് പാക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചന്ദനത്തിൻ്റെ കളർ തന്നെ വന്നു കേസ്. എനിക്കിഷ്ടപ്പെട്ടു. ഈ കളർ എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് എന്തോ ഷാർജാഷയൊക്കെ ഓർമ്മ ചെയ്ത് കണ്ടിട്ട് ആ ഒരു തിക്നെസ്സും ആ ഒരു കളറും. ബൈസ് നമുക്ക് ഇനി ഫേസിലേക്ക് ഇടാം. സമയമില്ല, നമുക്കിനി പുറത്ത് പോകണം, ബ്രോഡ്വേ തയ്ക്കണം, എനിക്കൊന്ന് ത്രെഡ് ചെയ്യണമെന്നുണ്ട്. അതിൻ്റെ വ്ളോഗ് ഗൈസ് അടുത്ത വരുന്നതായിരിക്കും. ഈ ഒരു ചാലഞ്ചിന് ശേഷം അതിൻ്റെ വ്ളോഗ് വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിതേ ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് ഈ ഫേസ് പാക്ക് ഇങ്ങനെ കൈ കൊണ്ടിടുന്നതിന് ഇഷ്ടം ബ്രഷ് കൊണ്ടിടുന്നത്. പക്ഷേ ബ്രഷ് ഇല്ലാത്തത്തോളം നമ്മൾ കൈ കൊണ്ടിടുന്നതായിരിക്കും ഗൈസ്.
നമ്മൾ ഈ ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 15 to 20 minutes നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് ഉണങ്ങുന്ന കുറച്ച് ഉണങ്ങുന്ന, അതായത് ഫുൾ ഡ്രൈ ആകുന്നവരല്ല, കുറച്ച് ഉണങ്ങുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ മാക്സിമം പോയാൽ 20 minutes, അതിനപ്പുറം വെക്കില്ല. കാരണം എനിക്ക് സമയമില്ല, എനിക്ക് പല പല കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഇനി ഞാൻ നിങ്ങൾക്കൊരു സ്റ്റോറി പറയാൻ, എൻ്റെ ലൈഫിൽ നടന്നൊരു സംഭവമാണ്. അതായത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ചിലപ്പോഴൊക്കെ നല്ല നൈറ്റാവും തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത്. അതായത് എന്താ പറയുക, നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ഒരു കോളേജ് ടൈമൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പാക്ക് ചെയ്ത് ഹോസ്റ്റലിൽ നിന്ന് കിട്ടുന്ന ഫുഡും കഴിച്ചിട്ട് വരുമ്പോൾ ഒരു ടൈമാവും. എൻ്റെ വീട് ആലപ്പുഴയാണ്. അപ്പം കോതമംഗലം ടു ആലപ്പുഴ ഒരു 4 to 5 hours എന്തായാലും എടുക്കും ട്രാവലിങ്. അപ്പം ഞാൻ ഒരു ദിവസം അങ്ങനെ, എനിക്ക് തോന്നുന്നു ഏപ്രിൽ മാസമാണ്, ആ സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുകയാണ് കോതമംഗലത്ത്. എൻ്റെ ഇത്ത കണ്ണൂർ കോളേജിൽ പഠിക്കുകയാണ്, എൻ്റെ ഉമ്മി കോഴിക്കോട് വർക്ക് ചെയ്യുക. ഇങ്ങനെ 3 പേരും 3 സ്ഥലത്താണുള്ളത്. അപ്പോഴത്തേക്കും ഞങ്ങളൊരു ദിവസം എല്ലാവർക്കും ഒരുമിച്ചൊരു ലീവ് കിട്ടി. അന്നെന്തോ എനിക്കൊന്ന് പെരുന്നാളിൻ്റെ തലേന്നോ അല്ല അങ്ങനെ നോമ്പിൻ്റെ സമയമായിരുന്നു എന്തായാലും. അപ്പം ഞാൻ നോമ്പൊക്കെ തുറന്നിട്ടാണ് അവിടെ നിന്ന് കയറി, കോതമംഗലത്ത് നിന്ന് കയറിയത്. ഞാൻ ഒരു എത്ര 12 മണി കഴിഞ്ഞു എന്തായാലും. ഞാൻ ഇവിടെ ആലപ്പുഴ സ്റ്റാൻഡിലെത്തിയപ്പം നല്ല ബ്ലോക്ക് ഉണ്ട്. അത് എന്തോ ഒരു വിശേഷപ്പെട്ട ദിവസമാണ്. കാരണം റോഡിലൊക്കെ നല്ല ബ്ലോക്ക്. എന്താ പറയുക, ബസ് ഇടയ്ക്ക് കഴിക്കാൻ നിർത്തിയിട്ടു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഉമ്മായും ഇത്തായും കൂടെ വരുന്നത്. അവരും ബസ്സിൽ തന്നെ വന്നത്, ഞാനും ബസ്സിൽ തന്നെ വന്ന. ഞാൻ ആലപ്പുഴ KSRTC സ്റ്റാൻഡിലിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഉമ്മ ഇത്തായും വന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഓട്ടോ പിടിച്ച് വേണം നമ്മൾ വീട്ടിലേക്ക് പോകാൻ. അവിടെ നിന്ന് ഒരു 80 രൂപയുടെ ഓട്ടോ ഉണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടക്കുക. ഈ നൈറ്റ് ടൈം എന്ന് പറയുമ്പോൾ നമ്മുടെ ആ KSRTC സ്റ്റാൻഡിൻ്റെ അവിടെ നിറച്ച് ട്രാൻസ്ജെൻഡേഴ്സും അതുപോലെ തന്നെ അല്ലാണ്ടുള്ള ആൾക്കാരൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാണത്. അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരുന്നപ്പം ഓപ്പോസിറ്റ് നിന്ന് ഒരാളിങ്ങനെ വരികയാണ്. ആൾ കുടിച്ചിട്ടുണ്ട്. ആളുടെ ഒരു വലിയൊരു ബാഗൊക്കെയാണ്, ഞാൻ സൈഡിലിടുന്ന ബാഗ്. അപ്പം ഞങ്ങൾ 3 പൊക്കോണ്ടിപ്പോൾ എൻ്റെ കയ്യിൽ കുടയുണ്ട്, മഴയൊക്കെയുള്ള സമയം, എൻ്റെ ഈ കുട ഇരിക്കുക. അങ്ങനെ ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോകണം. അല്ലെങ്കിൽ ഓട്ടോ ഉള്ള സ്ഥലത്തേക്ക് നമുക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരാൾ ഓപ്പോസിറ്റ് വന്നിട്ട് എൻ്റെ ഉമ്മയോടൊക്കെ ചോദിച്ചു, നിന്നോടല്ലേ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞേന്ന്. ഞാൻ ഇതാര് ആ സെറ്റപ്പ് എനിക്ക് ഇതാര്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കി. അപ്പം എനിക്ക് ദേഷ്യം വന്നു. ഞാൻ വേറെ എന്ത് സഹിക്കും, എന്നെ പറഞ്ഞാലും ഞാൻ സഹിക്കാം. എൻ്റെ വീട്ടുകാരെ പറയാൻ തീരെ സഹിക്കില്ല. എൻ്റെ ഉമ്മ ഇത്തായും പറയാൻ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പം എനിക്ക് ദേഷ്യം വന്നു. എൻ്റെ ഉമ്മയോട് ഇങ്ങനെയൊക്കെ ഇയാൾ ആരാ ഇത് പറയാനെന്നൊക്കെ ചോദിച്ചു. നിന്നോടല്ലേ ഈ വഴി ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞേന്ന്. അത് ഞാൻ ചോദിച്ചു, ചേട്ടൻ്റെ അച്ഛൻ്റെ വഴിയാണ് ഈ റോഡെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും അയാളിന് എന്നെ എടീന്നും പറഞ്ഞ് കൈയെടുത്തു എടീന്ന് പറഞ്ഞ് അടിക്കാൻ കൈയെടുത്തു. ആ കൈയെടുക്കുന്ന ഗ്യാപ്പിൽ എൻ്റെ കയ്യിലൊരു കുട ഉണ്ടായി. ഞാൻ കുട വെച്ച് ഒറ്റടി കൊടുത്തു. ഞാൻ എത്രയും ചെയ്തു. ഞാൻ ഇത് മാത്രമേ ഞാൻ ചെയ്തോളൂ എന്നുള്ള മൈൻഡ് സെറ്റ് ഞാൻ അവിടെ വയ്ക്കുക. അപ്പോൾ ഈ കുട വെച്ച് ഞാൻ അടിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ദേഷ്യം വന്നു. ഇങ്ങനെ വന്നപ്പോഴത്തേക്കും അവിടുത്തെ ആൾക്കാരൊക്കെ കൂടി ഭയങ്കര സീനൊക്കെ. അപ്പോഴത്തേക്കും ആൾ കുടിച്ചിട്ടാണെന്നുള്ള കാര്യം അവിടെ എല്ലാവർക്കും മനസ്സിലായി, നമുക്കും മനസ്സിലായി. അപ്പോഴത്തേക്കും എന്താ അവിടുത്തെ ഓട്ടോക്കാരൊക്കെ ഓടി വന്നിട്ട് പറഞ്ഞു, ഇയാളെ കുറേ പറഞ്ഞു അവിടെ കിടന്നു. താൻ എന്തോന്ന് ഈ തോന്നിയാസം കാണിക്കുന്നത്, വരുന്ന ഇവിടെ ആർക്കും നടക്കണ്ടേ അങ്ങനെയൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പം അവിടെ തന്നെ പോലീസ് ഇരിപ്പുണ്ട്. നമ്മുടെ KSRTC സ്റ്റാൻഡിൽ പോലീസുകാരുണ്ടാവും. അങ്ങനെ പെട്ടെന്ന് അവിടുത്തെ പോലീസുകാരെ ഏൽപ്പിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളൊന്ന് ഒരു കേസ് രജിസ്റ്റർ ചെയ്തേര് ഇയാൾക്കെതിരെ. കാരണം നമ്മൾ വെറുതെ ആണെന്നപ്പോൾ നമ്മുടെ നെഞ്ചത്തോട്ട് കയറിയതല്ലേ. അപ്പം അങ്ങനെ രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി. അപ്പോൾ ഒരു സമയം ഒരു 1-2 മണി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തു. ഉമ്മയാണ് രജിസ്റ്റർ ചെയ്തത്. ഞാനാണ് അടിച്ചെങ്കിലും ഉമ്മയാണ് രജിസ്റ്റർ ചെയ്തത്. കാരണം അതിനകത്ത് ഉമ്മയോടല്ലേ പറഞ്ഞത്. പിന്നെ അതിനകത്ത് കൂട്ടത്തിൽ വലിയത് ഉമ്മയല്ലേ എന്ന് വെച്ചിട്ട് ഉമ്മ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അയാളെ വരുമ്പോൾ അയാൾ ഇങ്ങനെ നോക്കണം, നമ്മളിപ്പോൾ അയാൾക്ക് കിട്ടിയ നമ്മൾ വിഴുങ്ങും. അയാൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. സാധാരണ അപ്പം ചിരിക്കാൻ പാടില്ലാത്ത സിറ്റുവേഷൻ. അപ്പോൾ എനിക്ക് ചിരി വന്നു. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ ഇയാൾ പോലീസ് ജീപ്പിൽ ഇരിപ്പുണ്ട്. അങ്ങനെ പോലീസ് ജീപ്പിൽ ഇയാളിങ്ങനെ എന്നെ കിട്ടിയപ്പോൾ അങ്ങനെ പുഴുങ്ങി തിന്നും. അത് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്.
അപ്പോൾ എനിക്ക് ചിരിയാൻ ഉമ്മയോട് ചിരിക്കല്ലേ, ഇത്ര ഒപ്പിച്ച് വെച്ചതും പോലെ ചിരിക്കല്ലേ. ഇപ്പം ഞാൻ ഇത്ര സ്ട്രോങ് ആയത് ഞാൻ ലൈഫിൽ കടന്നു വന്ന കുറേ കാര്യങ്ങളുണ്ടാകും. ഉമ്മ ഇപ്പോൾ ഓർക്കുമ്പം ചെയ്തത് നന്നായി ഓർക്കുന്നുണ്ടാവും, എനിക്കറിയില്ല. മേ ബി ഓർക്കുന്നുണ്ടാകും. കാരണം ഉമ്മ അങ്ങനെ പ്രതികരിക്കുന്ന ഒരാളേ അല്ല. എൻ്റെ ഉമ്മയുടെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഉമ്മ പേടിക്കുന്നല്ല, ഉമ്മ ഇങ്ങനെ പ്രതികരിക്കുന്ന ആളേ അല്ല. എനിക്ക് തോന്നി ഇങ്ങനെ ഇട്ടാൽ പറ്റില്ല. കാരണം എൻ്റെ ഉമ്മയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ള ആളാന്ന് തോന്നുന്നു ആ സമയത്ത്. ഇപ്പം ആളിച്ചിട്ട് സ്ട്രോങ് ആയിട്ടുണ്ട്, അത്യാവശ്യം പേടി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഗൈസ്, നിങ്ങൾക്ക് ആരെങ്കിലും ഇങ്ങനെ പ്രതികരിക്കാൻ വന്നാൽ ഉണ്ടാകത്തില്ലെന്നല്ല, എന്തായാലും ഇങ്ങനത്തെ കുറേ ഞരമ്പ് ആൾക്കാർ ഈ ലോകത്തുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് പ്രതികരിക്കേണ്ട രീതിയിൽ തന്നെ പ്രതികരിക്കുക. രണ്ട് കൊടുത്താലും സാരമില്ല. നമ്മൾക്ക് അപമര്യാദയായി പെരുമാറിയാൽ നമുക്ക് തിരിച്ച് അപമര്യാദയായി പെരുമാറാം. മീൻസ് ആ സമയത്ത് ആരുമില്ല, നമ്മൾക്ക് അങ്ങനെ ദേഷ്യപ്പെട്ട സമയത്ത് ആരുമില്ലായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പ്രതികരിക്കേണ്ടി വന്നത്. അല്ലാണ്ട് ആ സമയത്ത് ആരെങ്കിലും തടഞ്ഞു മാറ്റാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ പ്രതികരിക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ആരുമില്ല എന്നുള്ള സമയത്ത് നിങ്ങളെ സ്വയം രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആയുധങ്ങൾ യൂസ് ചെയ്യാം. അതായത് സ്വയരക്ഷയ്ക്ക് വേണ്ടി മാത്രം. എന്ന് വെച്ചാൽ അയാളെ ഉപദ്രവിക്കണം, അയാളുടെ ലൈഫ് നഷ്ടപ്പെടുത്തുന്ന രീതിയാക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ജസ്റ്റ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്നോ അത് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ എൻ്റെ അടുക്ക് ഞാൻ കോളേജിൽ പോയി വരുമ്പോൾ ഒരു ദിവസം എനിക്ക് പെരുമ്പാവൂർ വെച്ചിട്ട് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അതേ പിന്നെ എനിക്ക് തോന്നി ഓക്കെ, എൻ്റെ കയ്യിലൊരു പെപ്പർ സ്പ്രേ ആവശ്യമാണ്. അതായത് ഞാനും എൻ്റെ ഇത്തായും എൻ്റെ ഉമ്മി എന്നൊക്കെ പറയുന്ന ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന 3 പേരാണ്. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഓക്കെ, എൻ്റെ കയ്യിൽ അന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അങ്ങനെ പ്രതികരിച്ചെങ്കിൽ എൻ്റെ ഉമ്മി ഇത്തായി അത്രയും പോലും പ്രതികരിക്കില്ല. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നി എനിക്ക് പെപ്പർ സ്പ്രേ അന്ന് വേണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഓർത്ത് എനിക്ക് മാത്രം വാങ്ങിച്ചാൽ പോരാ, എൻ്റെ വീട്ടിലുള്ള 2 പേർ കൂടെ അത് വാങ്ങിക്കണം. കാരണം അവർ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ഞങ്ങളുടെ 3 പേരുടെ കയ്യിൽ പെപ്പർ സ്പ്രേ ഉണ്ട്. അപ്പം എനിക്കിപ്പോൾ തോന്നുന്നു ഇപ്പം അവർ പെപ്പർ സ്പ്രേ യൂസ് ചെയ്യാനാണ്, ഇപ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാനാണ് ഇപ്പോൾ അവർക്കിപ്പോൾ ആ ഒരു ധൈര്യം ഉണ്ട്. ഗൈസ്, നിങ്ങളും സ്ട്രോങ് ആവുക. ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വർക്കിന് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഗൈസ്, നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ് പെപ്പർ സ്പ്രേ. എപ്പോൾ വേണമെങ്കിലും യൂസ് ആവും. കാരണം ഇവിടുത്തെ ഈ ലോകത്തിലെ ചില ആൾക്കാർ, എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല, ചില ആൾക്കാരുടെ കയ്യിലിരിപ്പൊന്നും തീരെ ശരിയല്ല. അപ്പം നിങ്ങളുടെ സുരക്ഷ നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള എൻ്റെ സ്റ്റോറി ഇതാണ്. ഈ സ്റ്റോറി നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗൈസ്, സ്ട്രോങ് ആവുക, മാക്സിമം സ്ട്രോങ് ആവുക. അപ്പോൾ ഗൈസ്, സാധനങ്ങൾ യൂസ് ചെയ്യുമ്പം സൂക്ഷിച്ച് യൂസ് ചെയ്യുക. നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുക. ആരെയും ഉപദ്രവിക്കണം എന്ന് വെച്ചിട്ട് യൂസ് ചെയ്യരുത്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ലൈഫ് സ്റ്റോറി. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്തുനിന്ന് യൂസ് ആവും എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ എടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ കളയുക. ഇതിപ്പോൾ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടാവും, നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഗൈസ്, നമ്മളത്തെ ഫേസൊക്കെ വാഷ് ചെയ്ത് അപ്പോൾ നാച്ചുറൽ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ ടൈം എടുക്കും ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ റിസൾട്ട് വരുന്നതിൽ അതിൻ്റെതായ ടൈം എടുക്കും. എനിക്ക് ഏകദേശം കുരുവൊക്കെ പോയതായിട്ട്, ചെറിയ ബംസൊക്കെ ഇപ്പോൾ ചെറുതായിട്ടുണ്ട്. ഓക്കെ, ഇപ്പം എനിക്കറിയാൻ പറ്റുന്നുണ്ട് ആ ബംസ് ഇവിടെയൊക്കെ കുഞ്ഞു കുരുവായിരുന്നു, അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സ്കിൻ ഗ്ലോയിങ് ചാലഞ്ച് ഡേ 4 എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഫേസ് പാക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള വീഡിയോ. ചന്ദനവും മഞ്ഞളും ഒത്തുചേരും സന്തൂർ.